ഞാൻ വണ്ടർ വെസ്റ്റിൽ വന്നപ്പോ കുറച്ച് പേരെ പരിചയപ്പെട്ടു വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളുകളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കുറെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടുത്തെ അല്ലേ? ആ വന്ന എക്സ്പെക്ടേഷൻ ശരിക്കും ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയോ? ഇന്നാണ് കിട്ടിയത് അല്ലേ? രാവിലത്തെ ട്രക്കിങ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളെ ഫുഡ് കഴിക്കുന്ന ചായ കുടിക്കുന്ന ആ ടൈമിലുള്ള വ്യൂ ഒരു രക്ഷയില്ല. സ്വർഗത്തിൽ ഇരുന്ന് ചായ കുടിക്കുന്നു. അതെ, ശരിക്കും ഒരു സ്വർഗത്തേക്കുള്ള ഒരു കവാടം എന്ന് പറയുന്ന പോലത്തെ ഒരു ആംബിയൻസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ വേറെ എവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു? ഞാൻ ഇന്നലെ ഇവരെ പരിചയപ്പെട്ടതാണ്. ഞാൻ മലപ്പുറമാണ്, നിലമ്പൂര്. മലപ്പുറം ഇവര് മാത്രമാണ് തൃശ്ശൂർക്കാർ അല്ലേ? മലപ്പുറം നിലമ്പൂര് അല്ലേ? ഓക്കെ. ഇവരെങ്ങനെ പരിചയപ്പെട്ട വഴി നമ്മൾ ജീപ്പ് കണക്ട് ആയതാ. ജീപ്പ് അങ്ങനെ കണക്ട് ചെയ്തതാണല്ലേ? ഓക്കെ, ഇനി അടുത്ത പ്ലാൻ എന്താ? ഞാൻ നേരെ തിരിക്കും. ഒരാഴ്ച കഴിഞ്ഞ് ലക്ഷദ്വീപ് ഒരു പരിപാടി ഉണ്ട്. ലക്ഷദ്വീപിൽ ഫാമിലി ആയിട്ട് അല്ലേ? ഓക്കെ. മുമ്പ് എവിടെയെങ്കിലും ക്യാമ്പിന് എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ? ഞാൻ ഇവിടെ തന്നെ നാടൻ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. അപ്പൊ അവരുടെ ക്യാമ്പിലാണ് ഫസ്റ്റ് ഇവിടെ വരുന്നത്. കഴിഞ്ഞ വർഷം അല്ലേ? അപ്പൊ പക്ഷെ ഇത് ക്ലൗഡ് ബെഡ് കിട്ടിയില്ല. അന്ന് ക്ലൗഡ് ബെഡ് കിട്ടിയില്ല. ഇപ്പൊ വന്നതാണ്. ഇപ്പൊ സെറ്റ് സാധാരണ ചില സമയങ്ങളിൽ വിളിക്കുമ്പോ പറയും ചില ദിവസം ഉണ്ടാവാറില്ല എന്ന് പറയും. പക്ഷെ ഇന്നലെ വന്ന സമയത്ത് ഇന്നലത്തെ ഒരു ആംബിയൻസ് ഒന്നും അത്ര വലിയൊരു ഫീലൊന്നും കിട്ടിയില്ല. പക്ഷെ രാത്രി ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും കേടുന്നില്ലേ? ആ സമയത്തൊക്കെ ഇവിടെ കാണാൻ വളരെ മനോഹരമായിരുന്നു. നല്ല ക്ലിയർ സ്കൈ ആയി മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ക്ലൗഡ് ബെഡ് ഉണ്ടായിരുന്നു. അതും ഇതിൻ്റെ ഇടയിൽ മേഘങ്ങളൊക്കെ ഇടയിൽ കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. ഞാൻ അങ്ങനത്തെ കുറച്ച് വിഷ്വലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാവിലെ ഞാൻ ഇവിടെ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് ട്രക്കിങ്ങിനൊക്കെ പോയിട്ട് അവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ മാത്രം ഇവിടെ കിട്ടുള്ളൂ എന്നാ. പക്ഷെ ഇവര് ചൂസ് ചെയ്ത പ്ലേസ് അടിപൊളിയാണ്. അന്ന് വരുമ്പോ ഇപ്പത്തതും വല്ല വ്യത്യാസമുണ്ടോ ഒരു വർഷത്തിന്റെ ഇടയില്? അന്ന് വരുമ്പം വൈഫൈ ഉണ്ടായിരുന്നില്ല. പിന്നെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ക്ലൈമറ്റ്. അതായത് ഞങ്ങൾ വരുന്ന ടൈമില് ക്ലിയർ സ്കൈ ആയിരുന്നു. ഈ ടൈമിൽ ഒന്നും കാണില്ല, കോട മൂടിയിട്ട്. ഇന്നലെ വന്ന സമയത്ത് മൊത്തം കോടായിരുന്നു, ഒന്നും കാണാൻ പറ്റില്ല. വീഡിയോയിലാണെങ്കിലോ തീരെ ക്ലാരിറ്റി ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ചോദിക്കാനുള്ള ഫുഡ്, സാധാരണ ക്യാമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഷോകാവാറാണ് പതിവ്. ഫുഡ് ഇവരെന്നെ മേക്ക് ചെയ്തിട്ടുള്ളത് അടിപൊളി ഫുഡ് ആയിരുന്നു അല്ലേ? അപ്പൊ ഇന്നലെ ഇതുപോലെ നമ്മള് 9 പേരുണ്ട് പറഞ്ഞു, 2 കപ്പിൾസ് 4. ആരപ്പ ഈ ഒറ്റക്ക് വരുന്നവൻ ആരാന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോഴാണ് മൂപ്പരാളൊരു എൻട്രി. അതൊരു അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ തട്ടിമുട്ടിന്റെ കയറി മൂന്നാർ വന്നിട്ടാണ് ആളെ കോണ്ടാക്ട് ചെയ്യണത്. മൂന്നാർ വന്നിട്ടാ കോണ്ടാക്ട് ചെയ്യുന്നത്. മല പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഒറ്റയ്ക്ക് എടുക്കണില്ല, 5 പേർക്ക് മിനിമം വേണമെന്ന് പറഞ്ഞു. 5,000 നമ്മൾ ഒറ്റയ്ക്ക് പേ ചെയ്യണം. അങ്ങനെ ഉണ്ട് അല്ലേ? അങ്ങനെയാണ് ഞാൻ പിന്നെ പുള്ളിയെ കോണ്ടാക്ട് ചെയ്തത്. പക്ഷെ ഇവിടെ വന്നത് നഷ്ടമായില്ല. വെറുത്തല്ല. ടെൻഷൻ ഉണ്ടായിരുന്നു, കിട്ടൂല. ക്ലിയർ ആയി. ഓക്കെ, താങ്ക് യു. ശരി. ഞാനേ വണ്ടർ വെസ്റ്റിൽ വന്നിട്ട് പരിചയപ്പെട്ടതാണ് കേട്ടോ. ഹണിമൂണിന് വന്നിട്ടുള്ളതാണ് ഇവര് അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? 7 ഡേ ആണ്. മൊത്തത്തിൽ കറങ്ങി കഴിഞ്ഞോ അതോ? ഞങ്ങൾ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് നമ്മള് ക്യാമ്പ് പിടിച്ചേക്കുന്നത് ഇവിടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കിപ്പോ വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെ? പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ ശരിക്കും ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് കിട്ടിയ ആ വീഡിയോയിലുള്ള കറക്റ്റ് സാധനം അതേപോലെ നമുക്ക് ഇവിടെ കിട്ടും. എഡിറ്റിങ്ങോ അങ്ങനെയുള്ള ഒന്നുമല്ല, പൊളി ആംബിയൻസ്. കോടയാണെങ്കിലും അവരുടെ ബാക്കിയുള്ള എല്ലാ ലൈറ്റിംഗ് ആണെങ്കിലും നമ്മൾ രാവിലത്തെ ട്രക്കിങ്ങിന് പോയ സ്ഥലം അടിപൊളി വൈബ്. ഫുഡ് കഴിക്കാൻ ഇരുന്ന ഒരു പോർഷൻ വ്യൂ അതെടുത്ത് പറയേണ്ട ഒരു സാധനം. ശരിക്കും പറഞ്ഞാ സ്വർഗത്തേക്കുള്ള ഒരു കവാടം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനം. അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഞങ്ങള് മാക്സിമം എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ട്രിപ്പിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ഞങ്ങൾക്ക് അടിപൊളി ഒരു ഗുഡ് സ്റ്റാർട്ടിങ് ആണ് കിട്ടിയിരിക്കുന്നത്. അടുത്തത് എവിടേക്ക് പോവാം? ഞങ്ങൾ നേരെ വട്ടവടയിൽ പോയി ഇന്ന് സ്റ്റേ അടിച്ചിട്ട്. പേരൊന്ന് പരിചയപ്പെടുത്തി. എന്റെ പേര് ഋഷി എന്നാണ്. സൂര്യ അല്ലേ? സ്ഥലം ഞങ്ങൾ കൊല്ലം അല്ലേ? അങ്ങനെ ഇന്നത്തെ ഡിന്നർ കഴിക്കണ്ടോ. ഡിന്നർ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ക്യാമ്പ് കാറ്റഗറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പൊതുവേ ഫുഡ് നമുക്ക്
എന്താ പറയുക, വലിയ ടേസ്റ്റിലൊന്നും കിട്ടാറില്ല. എന്താണോ നമുക്ക് കിട്ടുന്നത് അത് കഴിക്കലാണ്. പക്ഷെ ഇവിടുത്തെ ഫുഡ് സത്യം പറഞ്ഞാൽ ശരിക്കും ഇത് തമിഴ്നാടാണ് നമ്മൾ നിൽക്കുന്നത്. കേരളം തമിഴ്നാട് ബോർഡറാണ്. പക്ഷേ ഇത് ഓണറാണെന്നുണ്ടെങ്കിലും തമിഴ്നാണ് കേട്ടോ. പക്ഷെ ഫുഡ് ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡ്. നമുക്ക് മലബാറുകാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം നല്ല രീതിയിൽ ആസ്വദിച്ചൊക്കെ കഴിച്ചു. പിന്നെ നേരെ അടുത്ത പരിപാടിയായിട്ട് ക്യാമ്പ് ഫയറിലേക്കാണ് പോയത്. ക്യാമ്പ് ഫയർ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു രാത്രി സമയത്ത്. ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ടൊന്ന് ആസ്വദിച്ചു. മെല്ലനെ എല്ലാവരും പിന്നെ കിടക്കാൻ പോയി. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിയാകുമ്പോൾ ഞങ്ങൾ ട്രക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ട്രക്കിങ്ങിനുള്ള പ്രിപ്പയറൊക്കെ ചെയ്തിട്ട് ഞാൻ നേരത്തെ കിടന്നുറങ്ങി കേട്ടോ. അതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ എഴുന്നേറ്റ് വന്നിരുന്നു. പക്ഷേ ഏറ്റവും എയിം നമുക്ക് ഈ ട്രക്കിങ് തന്നെ ആയിരുന്നു. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അടിപൊളി എക്സ്പീരിയൻസ് ഒക്കെ കണ്ടോ. നമ്മൾ ഈ നടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു സൈഡിലേക്കൊക്കെ കാണുമ്പോൾ ക്ലൗഡ് ബെഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. അപ്പോൾ ഞാനങ്ങനെ ട്രക്കിങ്ങിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് എത്തുകയാണ്. നിങ്ങൾ ബാക്കി വീഡിയോകളും വിഷ്വൽസൊക്കെ ഒന്ന് കാണും കേട്ടോ. ഫൈനലി നമ്മുടെ ഡ്രീം പ്ലേസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ടൈമിൽ സൂര്യൻ ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ. ലൈറ്റിംഗ് ഒക്കെ ആയി വരുന്നുള്ളൂ. കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടി കഴിഞ്ഞാലുള്ളൊരു ഭംഗി അത് വേറെ ലെവലായിരുന്നു. ലൈറ്റിങ് നല്ല ഓവറായി കഴിഞ്ഞാലും നമുക്ക് പിന്നെ ആ ഒരു കോൾ ഫീലൊന്നും പിന്നെ കിട്ടില്ല കേട്ടോ. പക്ഷെ ആ ഒരു 6 മണി കറക്റ്റ് ടൈമാണ്. 6 മണി മുതൽ ഒരു 7:30-8 മണി വരെയുള്ള ടൈം ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. നമുക്ക് അവിടുന്ന് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന വിഷ്വൽ പോലെ ഒന്നല്ല, നേരിട്ടത് കണ്ട് ആസ്വദിക്കുന്നേ വേണം. നമുക്ക് എന്താ പറയുക, ഇതിനെത്ര വർണ്ണിക്കുക എന്ന് പറയില്ലേ, എത്ര വർണ്ണിച്ചാലും നമുക്ക് മതി വരില്ല. അവിടുത്തെ ക്ലൈമറ്റ് ആയാലും അവിടുത്തെ കാഴ്ചകളായാലും ആര് വന്നു കഴിഞ്ഞാലും ഇത് ഇഷ്ടപ്പെട്ടു പോട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. കിട്ടില്ല പ്രോപ്പർട്ടി ഉണ്ടാ ഇവിടെ വന്നില്ലെങ്കിൽ വന്നാൽ ഇഷ്ടമായിരിക്കും. കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലെന്ന് നിങ്ങൾക്ക് വ്യൂസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇവിടുത്തെ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രായമുള്ളവർക്ക് ഇവിടെ കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചെറിയ കുട്ടികളായിട്ട് കയറി വരാനും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ഉണ്ടോ. കാരണം ഞങ്ങൾ പോകുന്ന അപകടം പിടിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് വിഷ്വലിലധികം പകർത്തിയിട്ടില്ല. ചില സ്ഥലങ്ങളിൽ നമുക്ക് കാല് തെറ്റിക്കഴിഞ്ഞാൽ നിലത്തേക്ക്, അതായത് കൊക്കയിലേക്ക് പോവുകയും ചെയ്യുക. അങ്ങനത്തെ പ്ലേസുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മളെ വഴിയിൽ തന്നെ ചെറിയ ഗട്ടർ പോലെ കൊടുത്തിട്ടുണ്ടാവും. അത് ശ്രദ്ധിച്ച് പാസ് ചെയ്തില്ലെങ്കിൽ നിലത്തേക്ക് കെട്ടി പറഞ്ഞ് വീഴുകയും ചെയ്യും. അപ്പോൾ വരുന്നവർ അതും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, കെയർഫുള്ളായിരിക്കണം. അങ്ങനെ മെല്ലനെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് തിരിച്ചെത്തുക കേട്ടോ. ഇവിടെ ടെൻറ്റ് സ്റ്റേ കാര്യങ്ങൾ മാത്രമല്ല, ഇവിടെ എയർ ഫ്രെയിമിൻ്റെ പണി നടക്കുന്നുണ്ട്. ആ ഒരു ഏരിയ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫ്രെയിമിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുള്ളൂ. മെല്ലനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ നിലവിൽ എല്ലാവർക്കും ടെൻറ്റ് സ്റ്റേ ആണ് അവിടെ ഉള്ളത്. നിലവിലുള്ള ടെൻറ്റ് സ്റ്റേ കുറച്ച് അപ്പുറത്താണ്. ഇവിടെ അവർ വേറെയും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഈ ഒരു ഭാഗം ഫുൾ ഒരു ലക്ഷറി സ്റ്റേ ആക്കി മാറ്റാനാണ് അവരുടെ പ്ലാൻ കേട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ട്രക്കിംഗ് ഒക്കെ അവസാനിച്ച് തിരിച്ച് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ള ഒരു ചടങ്ങാണ്. ആദ്യം നമ്മൾ ചായ കുടിക്കാനുള്ള ഒരു പ്ലാനിലാണ്. പക്ഷേ ഈ വരുന്ന വഴികളിലൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഭാഗത്തും ക്ലൗഡ് ബെഡ് കയറിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സൈഡും സാധാരണ ഞാൻ കരുതിയത് ട്രക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്ലൗഡ് ബെഡ് കിട്ടുള്ളൂ എന്നാണ്. പക്ഷേ ഇവിടെ ചായ കുടിക്കുന്ന ഭാഗം കണ്ടില്ല, ഇവിടെ ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. പക്ഷെ അത് എപ്പോഴും എല്ലാവർക്കും കിട്ടണമെന്നില്ല. എല്ലാ സീസണിലും ചില സമയങ്ങളിൽ ഇത് ഉണ്ടാവണമെന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാതും ആസ്വദിക്കണം പറ്റണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഫോർമൽ എൻക്വയറി നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഞങ്ങളിവരെല്ലാവരായിട്ടും കമ്പനി അടിച്ചു
എല്ലാവർക്കും രാവിലത്തെ ഫുഡായാലും അടിപൊളിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. ഓൾറെഡി നമ്മുടെ സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടെൻറ്റ് സ്റ്റേ ആയിരുന്നു. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ലൈഫിൽ വൺ നഷ്ടമായി പോയേനെന്ന് തന്നെ ഞാൻ പറഞ്ഞു പോകും. ഫുഡ് കണ്ട രാവിലെ പൂരി ഉണ്ടായിരുന്നു, അതുപോലെ നമുക്ക് കോഴിമുട്ട ഉണ്ടായിരുന്നു ബോയിൽഡ്, പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു, ബ്രെഡും ജാമും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വാട്ടർമെലൻ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാട്ടർമെലനായിരുന്നു. ഓൾറെഡി ഇവിടെ തണുപ്പായ കാരണം ഫ്രിഡ്ജിൽ വെച്ച് പോലെ തന്നെയാണ് വാട്ടർമെലനൊക്കെ. ടീ ആണെന്നുണ്ടെങ്കിലും നല്ല ഒരു കാഡമനൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടീ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനി മെല്ലനെ ഇവിടുന്ന് പാക്കപ്പ് ചെയ്ത് മൂവ് ആവാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇതാണ് വണ്ടർ വെസ്റ്റിൻ്റെ ബോർഡ്. വേറെ എവിടെയും ബോർഡൊന്നും വെച്ചിട്ടില്ല കേരളത്തിൻ്റെ ഏരിയയിലൊന്നും, അതായത് ഇവിടേക്കുള്ള എൻട്രൻസിലൊന്നും ബോർഡില്ല. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്ഥലത്ത് ആരും ശ്രദ്ധിക്കാത്ത സ്ഥലത്താണ് ബോർഡ് വെച്ചിരിക്കുന്നത്. ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞേ നമുക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല എന്നാണ് ആൾ പറഞ്ഞത്. നമുക്കുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവിടേക്ക് ഓടി എത്തിക്കോളും എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇതാണ് ശരിക്കും അവിടുന്ന് എൻട്രൻസ്. ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് കേരളമാണ്. നമ്മൾ ആ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ കേരളം, അപ്പുറത്തെ സൈഡും വരുന്നത് വണ്ടർ വെസ്റ്റിൻ്റെ തമിഴ്നാടും പാർട്ടാണ്. ചേട്ടൻ ബാക്കി പറഞ്ഞുതരും ഓരോ ഏരിയയെ കുറിച്ചിട്ട്. നമ്മൾക്ക് ഉള്ള ഈ ഭാഗം വരുമ്പോൾ വീട്ടിന്റെ റൈറ്റ് സൈഡിൽ തമിഴ്നാടാണ്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇത് ബോർഡറാണോ? ഇതാ പാടാ ടീ വീട്ട് കാട്. അപ്പൊ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത് തമിഴ്നാടാണ്. തമിഴ്നാട്. ഓക്കെ. ഈ ഭാഗം ഇടുന്നുണ്ട് കേരള ഇടുക്കി മാവട്ടത്തിൽ. ഇടുക്കിയിൽ ചെല്ലാണ്. ഇടുക്കിയിൽ ചേർന്ന് തേവലം തൊകുതിയാണ്. ഇത് ലാസ്റ്റ് കേരള. ഇവിടെ ഇപ്പൊ ഈ ബോർഡർ ഇതൊക്കെ കുത്തി വെച്ചിട്ടുള്ള പോയിട്ടില്ല. ഇതാ പാടാ ബോർഡർ. ഇത് ടാറ്റാക്കുള്ള എല്ലാം കംപ്ലീറ്റ് എല്ലാം ഇത് ടാറ്റ. ഇത് ടാറ്റ. அதனால நம்ம அதுக்கு ஈ மாத்திரம் தான் பாடுது. அப்புறம் நேராக அங்கிட்ட கொடைக்கானல். அப்புறம் கொடைக்கானல். இது 3 கிலோமீட்டர் போனால் டாப் டேஸ்ட் தமிழ்நாடு. இது நமக்கு லாஸ்ட் கிட்டிவாரை ஸ்டேஷன் வட்டவடை போகிற வழி. வட்டவடை போகிற வழி ஸ்டே பண்ணுறேன். வட்டவடைக்கு இதுக்கும் 13 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 13 കിലോമീറ്റർ. 13. ടോപ്പ് സ്റ്റേഷൻ 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ. ഓക്കെ. ഇതാണ് ഒരു എൻട്രൻസ് ഇതിന്റെ ഉള്ളിലേക്ക്. അതേപോലെ അപ്പുറത്ത് ഞങ്ങൾ ഇന്നലെ അതിൽ കൂടി കാണുന്നുണ്ടല്ലോ, അതാ വഴി. അതാ നമുക്ക് വഴിയാ, ശരിക്കുള്ള വഴിയാണ്. ഈ വഴി ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഇപ്പോഴാ കാണുന്നത്. അത് ഇവിടെ കയറിയാൽ അത് നമ്മൾക്കുള്ള പ്രോപ്പർട്ടി. ഇത് ഇവിടുന്ന് ഇതും പ്രോപ്പർട്ടി, നമ്മളെ പ്രോപ്പർട്ടി. കാലേജിൽ പോയില്ല, കാലേജ് കാലം പോയി. അത് എല്ലാം ഇത് ഉള്ളത്. അപ്പൊ ഞങ്ങളന്ന് ആ ടോപ്പിൽ കയറിയിട്ട് ക്ലൗഡ് ബെഡ് കണ്ടില്ലേ, ആ പ്രോപ്പർട്ടി നിങ്ങൾ തന്നെയാണോ? അത് നമ്മളില്ല, പ്രൈവറ്റ് ഫോറസ്റ്റുകളാണ്. ഫോറസ്റ്റില് നമ്മളടക്കം. അത് തമിഴ്നാടിന്റെ സ്ഥലമായിട്ടുള്ള പറഞ്ഞ കേരളത്തിന്റെയാണ്. കേരളം അതും തമിഴ്നാട്. അതും തമിഴ്നാടാണ്. ശരി. ചേട്ടന്റെ പേരെന്താ? ചിന്നസ്വാമി അല്ലേ? ശരി, ഓക്കേടാ. ഇവിടം വരെ വന്നിട്ട് മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മോശമല്ലേ എന്ന് കരുതിയിട്ട് ആകെ 3 കിലോമീറ്റർ ഉള്ളൂ. അങ്ങനെ യാത്ര തുടങ്ങി ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ടോ ഞങ്ങൾ. അപ്പോൾ ഇവിടെ പിന്നെ പഴയ പോലെ തന്നെ മാറ്റങ്ങളൊന്നും ആദ്യം തോന്നിയില്ല. പക്ഷേ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് പഴയ ഏരിയകളെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ടോപ്പ് സ്റ്റേഷനിൽ കയറി അവിടുന്ന് താഴേക്ക് പോകുന്ന ഇതൊക്കെ ഏരിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. താഴേക്ക് ഇറങ്ങുന്ന ഭാഗങ്ങളൊക്കെ ഒരു ഏരിയ ഫുള്ള് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഫോറസ്റ്റുകാരാണ്, അവിടേക്ക് ഇപ്പോൾ ആർക്കും പ്രവേശനമില്ല അപ്പുറത്തെ സൈഡിലേക്ക്. ആദ്യം അങ്ങോട്ട് ഇറങ്ങിയിട്ട് നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അവിടെ കുറച്ച് മുട്ടക്കൊന്നും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഏരിയകളുണ്ടായിരുന്നു. അങ്ങനെ മെല്ലനെ വീണ്ടും തിരിച്ച് ഞാൻ ട്രാവൽ തുടങ്ങി. അതിൻ്റെ ഇടയിൽ കണ്ടെത്തിയ ഒരു അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ ഇത്. അതായത് ഏകദേശം ഒരു 2 കിലോമീറ്റർ അപ്പുറത്തുനിന്ന്, നല്ല ഹൈറ്റിൽ നിന്ന് 2 പോരാ 3 കിലോമീറ്റർ അപ്പുറം അവിടുന്ന് ഞങ്ങൾ ഈ ഒരു ഭാഗം കാണും. ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അവിടെ കുറച്ച് നായ്ക്കുട്ടികളൊക്കെ ഓടി നടന്നിരുന്നു, പശുക്കളൊക്കെ മേഞ്ഞിരുന്നിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടെത്താൻ കുറേ കറങ്ങി പിടിച്ചിട്ടാണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. പക്ഷേ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്, ശരിക്കും ഇങ്ങനത്തൊന്നും കയറാൻ പാടില്ല. പക്ഷേ ഈ ഒരു ഏരിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഏരിയ അവിടെ വാണിംഗ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നൊരു ഏരിയയിൽ വന്നിട്ട് ജസ്റ്റ് ഞാൻ ഫേസൊക്കെ ഒന്ന് കഴുകി ആസ്വദിച്ചു. മെല്ലനെ വീണ്ടും യാത്ര തുടങ്ങി. ഈ ഒരു യാത്ര എന്താ പറയുക, വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഈ യാത്രയിൽ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ഇപ്രാവശ്യം സാധാരണ കാറെടുത്ത് വരണോടത്ത് സ്കൂട്ടി മേലായിരുന്നു യാത്ര.
ആ യാത്രയിൽ എനിക്ക് പെട്ടെന്ന് ഉറക്കം വന്നിട്ടൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. 2-3 ആക്സിഡൻറ്റിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടതാണ് കേട്ടോ ഭാഗ്യത്തിൽ. ഞാൻ നല്ല ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഈ നമ്മളെ അടിമാലി ഭാഗത്തു കൂടി വരുന്നത്. ആ സമയത്ത് പെട്ടെന്ന് പാരച്യൂട്ട് കണ്ടത്. ഏതാണ്ട് ചെറിയൊരു ലൈറ്റിങ്ങുള്ള സമയത്ത് എനിക്ക് കയറാൻ പറ്റിയത് കേട്ടോ. അതെ, ശരിക്കും ഇത് രാവിലെ 7 മണി 7:30 അല്ലേ? 7 മണിയാകുമ്പോൾ ഓപ്പൺ ചെയ്യുന്ന പറയുന്നത്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കയറിയ വേറൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഏകദേശം 250 ഫീറ്റ് ഹൈറ്റിൽ 10 മിനിറ്റ് അല്ലേ നിർത്തുന്നത്? ഓക്കെ, പെർ പേഴ്സണ് 1500 രൂപയാണ് നിലവിൽ അവർ ചാർജ് ഈടാക്കുന്നത്. ഇതിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ എന്താ ഇളവ് കൊടുക്കുന്നതാണ്? ടിക്കറ്റ് എടുക്കണ്ട, പേരൻസിന് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞത്. ശരിക്കും 4 പേർക്കല്ലേ അതിൽ നിൽക്കാൻ പറ്റുന്നത്? ഈ 4 പേരെന്ന് ഉദ്ദേശിക്കുന്ന പൈലറ്റ് അടക്കണോ അതോ പൈലറ്റ് വേറെ ആയിട്ട് 4 പേരാണ് അല്ലേ? ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ മുൻപ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ലാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമല്ല, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഓരോ അഡ്വഞ്ചറും ഓരോ ഫീലാണ്. ഞാൻ ഇതുപോലൊരു ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം മുകളിൽ നിന്ന് ചാടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ട്രെൻഡ്, അത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പാരച്യൂട്ട് ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ എന്താ പറയുക പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അടുത്ത കാലത്തൊന്നും. കാരണം ഞാൻ പോകണമെന്ന് കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ വിദേശത്താണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ സ്വന്തം നാട്ടിൽ മൂന്നാർ പോകുന്ന ആളുകൾ ട്രിപ്പ് പോകുന്ന സമയത്ത് ജസ്റ്റ് ഈ ഭാഗത്തുനിന്ന് വിസിറ്റ് ചെയ്താൽ മതി. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ അടിമാലി ഭാഗത്തുള്ള ഇതിൻ്റെ സർവീസ് സെൻ്റർ ഉണ്ടല്ലോ, ഇൻഡസിൻ്റെ മാരുതിയുടെ ഓപ്പോസിറ്റാണ് വരുന്നത്. അവിടെ നോട്ടീസൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ എന്തായാലും നമ്പർ കൊടുക്കാം, ബുക്ക് ചെയ്ത് വരണത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഇത് കറക്റ്റ് പ്രോപ്പർട്ടി വരുന്ന മുകളിൽ റിസോർട്ട് വരുന്നുണ്ട്, റോക്ക് വുഡ് അല്ലേ, റോക്ക് വുഡ് റീട്രേറ്റ്. ഞാൻ മുൻപ് ഇവിടെ വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. അതേ കറക്റ്റ് ലൊക്കേഷനാണ് അവരെ പ്രോപ്പർട്ടിയിൽ വരണതല്ലേ ഒരു സ്പേസ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ വരുന്നവര് ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം ഇവിടുത്തെ അത്യാവശ്യം നല്ല വ്യൂസ്. ഞാൻ വന്ന ടൈമിൽ കയറാൻ നിൽക്കരുത് കേട്ടോ. കാരണം ഒന്നെങ്കിൽ ഒരു 5:30 ആ ടൈമൊക്കെ ബെസ്റ്റ് ടൈമാണ് അല്ലേ? കാരണം സൺസെറ്റ് കാണുന്നവർ കേട്ടോ. അല്ലാത്തവർക്ക് നേരത്തെ വന്നിട്ട് ഇവിടുത്തെ വ്യൂസ് മൊത്തം ആസ്വദിച്ചിട്ട് പോകാൻ പറ്റും. അപ്പോൾ ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കോൺടാക്ട് നമ്പറും വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരെന്താ വരുന്നത്? എയറോസ്റ്റാറ്റ് അല്ലേ? ഓക്കെ, ഇവർ ഈ നാട്ടുകാരൻ തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് ആനച്ചാല് പോകും അല്ലേ? ഓക്കെ, ഡെയിലി പോയി വരികയാണോ? അല്ലേ? ശരി കേട്ടോ.